ഒരുപക്ഷെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു മെൻസ് ഹോസ്റ്റലിൻ്റെ അകത്തു കാണുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് മർദ്ദനം നടന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധ ഏറ്റവും പ്രധാനം ഈ ഹോസ്റ്റലിന്റെ മുൻപിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി, ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചു, ഇരുമ്പ് വയറുകൊണ്ട് മർദ്ദിച്ചു എന്നൊക്കെയാണ്. ഈ പരിസരത്ത് വെച്ചാണോ ഈ പരസ്യ വിചാരണ നടന്നത്? തീർച്ചയായും നികേഷ് കുമാർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖല ഒരു പക്ഷേ പ്രേക്ഷകർ ആദ്യമായിട്ടായിരിക്കും ഈ അതിദാരുണമായ അതിക്രൂരമായ കൃത്യം നടന്ന മേഖല കാണുന്നത്. ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മേഖലയിൽ വെച്ച് ആ ഒരു സംഭവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് കമ്മിറ്റി തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഒരു മേഖലയിലേക്ക് നമുക്ക് ഇപ്പോൾ കടന്നു ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ഡോറിനകത്തിലൂടെ പ്രവേശിച്ച് കാണുന്ന ആ ഒരു സ്പേസിൽ വെച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം നടന്നത്. ഇതിന് തൊട്ടടുത്തുള്ള കുന്നിൻ മേഖലയിൽ എത്തിച്ച് അവിടെ വെച്ച് മർദ്ദിച്ചു. മറ്റു 3 ഇടങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇലക്ട്രിക് വയറുകൾ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. ബെൽറ്റ് കൊണ്ട് ഈ ഒരു യുവാവിനെ അർദ്ധനഗ്നനാക്കി നിർത്തിയതിനു ശേഷം വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ ഒരു ഹോസ്റ്റലിന്റെ ബാൽക്കണിയിൽ നോക്കി നിൽക്കുന്ന ഘട്ടത്തിൽ അതിക്രൂരമായി ആ ഒരു സെന്റർ ഭാഗത്തിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് വിശദമായ മൊഴികൾ ഇതിലൊരു പക്ഷേ ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നാണ്. കൂടാതെ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അതിദാരുണമായ രീതിയിൽ അല്ലെങ്കിൽ അതിക്രൂരമായ രീതിയിൽ ഈ ഒരു വിദ്യാർത്ഥിക്ക് നേരെയുണ്ടായ ആക്രമങ്ങൾ വ്യക്തമാക്കുന്ന രീതി മൊഴികൾ ഇനിയും വരും ദിവസങ്ങളിൽ ഈ ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് കിട്ടിയേക്കും എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു സംഭവം അതിനെ അടിവരയിടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയും ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ നേതാവായ ടി സിദ്ദീഖുമായി സംസാരിക്കുമ്പോഴും ഈ ഒരു വിഷയം ആ നിലയിൽ തന്നെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഈ ഒരു പിടികൂടാനുള്ള ഇനി 7ഓളം പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്ന ആരോപണത്തിലൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്റ്റലിന്റെ മുൻവശമാണ്. ഇപ്പോൾ നമ്മൾ വലതുവശത്തെ സ്ക്രീനിൽ കാണിക്കുന്നത് നേരത്തെ സിദ്ധാർത്ഥന് വലിയ തോതിൽ ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റതിൻ്റെ ഇടങ്ങളാണ്. പലയിടത്തു വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഷട്ടിൽ കോർട്ടിൽ വെച്ചും പരസ്യ വിചാരണയും ക്രൂരമർദ്ദനവും നേരിട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ്, അവിടുത്തെ ദൃശ്യങ്ങളാണ് വലതുവശത്തെ സ്ക്രീനിൽ കാണുന്നത്. ഒരു പട്ടി ഓടി വരുന്നുണ്ട്. ഏതായാലും മുബഷീർ നോക്കൂ, ഇതിനകത്തിപ്പോൾ ആ ഗാർഡ് നമ്മളോട് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊരു പബ്ലിക് സ്പേസാണ്, ഒരു ഹോസ്റ്റലാണ്. അവിടെ എന്താ ഷൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്? ആരാണ് അയാളോട് അവിടെ എത്താൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? നേരത്തെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് കോളേജ് ഇത്തരം ഒരു സംഭവം? അതായത് നികേഷ് കുമാർ, ഈ ഒരു സർവകലാശാല അധികൃതർ ഇത്തരം നിർദ്ദേശങ്ങൾ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ നമ്മളോട് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ നമ്മുടെ വാഹനം ഉൾപ്പെടെ കടന്നു വന്ന സമയത്ത് എന്താണ് ആവശ്യമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, അതിമൃഗീയമായ മർദ്ദനം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഒരു മേഖല എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തി എന്ന കാര്യത്തിലൊക്കെ അവർ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. അത്തരമൊരു തീർച്ചയായും നികേഷ് കുമാർ, അത്തരമൊരു നിരോധനമൊന്നും ഏർപ്പെടുത്താത്ത സാഹചര്യത്തിൽ കൂടി തന്നെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുസമൂഹം ഇത് കാണേണ്ടതാണെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ പുറത്തെത്തിക്കുന്നത്. സ്വാഭാവികമായും ഇത് കാണേണ്ടതാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 ഇടങ്ങളിൽ അത്തരത്തിലുള്ള മൃഗീയമായ ക്രൂരകൃത്യം നടക്കുമ്പോൾ സ്വാഭാവികമായും എന്താണെന്ന് പോലീസോ നിയമ സംവിധാനങ്ങളോ അത്തരത്തിൽ ഇത് ഇവിടെ തടയേണ്ടതാണ്. നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, നമ്മൾ ആ രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. ഒരു യുവാവിനെ അതിക്രൂരമായി പൊതുസമൂഹം കാണേണ്ടതല്ലേ? താങ്കളോട് ആരാണ് പറഞ്ഞത് ഇതിനകത്തേക്ക് പ്രവേശിക്കരുത് പറഞ്ഞത്? ആരാണ് ഓർഡർ പറഞ്ഞതാരാണ്? ഞങ്ങൾ പോലീസോ മറ്റു ഇവിടെയുള്ള ജനപ്രതിനിധികളോ ഒന്നും തന്നെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് പൊതുജനം കാണേണ്ടതല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നത് അല്ലേ? ആരാണ് പറഞ്ഞത് ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞതാരാ? എനിക്ക് കിട്ടിയ ഓർഡറാണ്. അതുകൊണ്ട് ഓർഡർ ആരാണ് തന്നത്? വിസിയാണോ അതോ ഡീനാണോ? അതാരാണ് പറഞ്ഞത്? അദ്ദേഹം ആ ഒരു വിഷയത്തിൽ ആരാണ് ഇത്തരം ഒരു
അതെ അതെ, അദ്ദേഹത്തിന് അത് ആരാണ് ഇവിടെ തടഞ്ഞു നിർത്തിയതെന്ന കാര്യത്തിൽ പറയാൻ പറ്റുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അകത്തേക്ക് പോകുന്നതെന്നൊക്കെ തന്നെ ചോദിച്ചിരുന്നാൽ പോലീസോ മറ്റു നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ അതിൽ തടസ്സമായി നിൽക്കുന്നില്ല. നമ്മളെ അകത്തേക്ക് കടത്തിവിടുന്നതിൽ അവർക്കൊന്നും തന്നെ ബുദ്ധിമുട്ടില്ല. അതേസമയം ഈ ഒരു സർവകലാശാലയുടെ ഇപ്പം ഇവിടെ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായ ഡീൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിസി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നീക്കം ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ടെങ്കിലും ആ ഒരു ദൃശ്യങ്ങൾ പൊതുസമൂഹം കാണേണ്ടതുണ്ടെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നേരത്തെ പുറത്തു വന്ന ശരി, ഞാൻ മുബഷീറിലേക്ക് വരാം. ഇപ്പോൾ